ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയാണ് നേതാക്കൾക്കുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ്. തിരുവനന്തപുരത്തെ CPM സംസ്ഥാന സമ്മേളനത്തിൽ VSനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കണമെന്ന് യുവ നേതാവ് പറഞ്ഞതായി വാർത്തകളെത്തിയിരുന്നു. ഈ നേതാവ് M. സ്വരാജ് ആയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സമ്മേളന ശേഷമുള്ള പൊതു സമ്മേളനത്തിൽ ഈ വിമർശനത്തിന് എന്നോണം VS മറുപടിയും നൽകി. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് VS പ്രസംഗത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. തന്നെ അങ്ങനെ അപമാനിച്ചുവെന്ന് പൊതുസമൂഹത്തിന് VS നൽകിയ സന്ദേശമായി അതിനെ വ്യാഖ്യാനിച്ചു. പക്ഷേ VS പൊതുരാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച ശേഷം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് M. സ്വരാജ് വിശദീകരിക്കുകയും ചെയ്തു. പൊതുമണ്ഡലത്തിൽ പിന്നീട് പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് തന്നെ സ്വരാജിന്റെ ഈ വാദത്തെ VS നിഷേധിക്കുകയും ചെയ്തില്ല. VSന്റെ മരണശേഷം പിരപ്പിൻകോട് മുരളി പറയുന്നത് അങ്ങനെ. ക്യാപിറ്റൽ പണിഷ്മെന്റ് ചർച്ച ഉയർന്നുവെന്ന് തന്നെയാണ്. പേര് പറയാതെ എഴുത്തുകാരനായ യുവ നേതാവിനുള്ള ഒളിയമ്പ്. നിലമ്പൂരിൽ തോറ്റ സ്വരാജിന്റെ ഗ്ലാമർ പാർട്ടിയിൽ കുറഞ്ഞിരിക്കുന്നു. ഇതിനിടയിലാണ് പിരപ്പിൻകോട് മുരളി പലതും പറയാതെ പറയുന്നത്. പിരപ്പിൻകോട് മുരളി പേര് പറയാതിരുന്നപ്പോൾ സ്വരാജ് അങ്ങനെ പറഞ്ഞില്ലെന്ന് CPM സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോൾ അതിന് പുതിയ മാനം വരുന്നു. ഏതായാലും സ്വരാജിനെതിരെയാണ് ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് ബൂമറാങ് തിരിഞ്ഞെത്തുന്നത്. ഇതിനൊപ്പമാണ് മറ്റൊരു അപൂർവതയും ഈ വിവാദത്തിൽ വരുന്നത്. നിലമ്പൂരിൽ സ്വരാജിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ജനം തെരഞ്ഞെടുപ്പിൽ വിധിച്ചത് ജൂൺ 23-നാണ്. അന്ന് നിലമ്പൂരിലെ പെട്ടി പൊട്ടിച്ചപ്പോൾ സ്വന്തം ജന്മനാട്ടിൽ പ്രതീക്ഷിച്ചതിലും വലിയ തോൽവി സ്വരാജിന് നേരിടേണ്ടി വന്നു. ആ ദിവസം തന്നെയാണ് VS അച്യുതാനന്ദൻ സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലേക്ക് പോയത്. പിന്നീട് പൂർണ്ണ ഓർമ്മ VSന് തിരിച്ചു വന്നില്ല. ആശുപത്രിയിൽ വലിയ പോരാട്ടം നടത്തി ആഴ്ചകൾക്ക് ശേഷം വിപ്ലവ സഖാവ് വിടവാങ്ങി. സ്വരാജിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നിലമ്പൂരിൽ കിട്ടുമെന്ന വിലയിരുത്തലുകൾ ജൂൺ 22-ന് തന്നെ വ്യക്തമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് സഖാവ് VS സ്ട്രോക്കിലേക്ക് വീണതെന്ന വാദം CPMൽ സജീവമായത്. അങ്ങനെ സ്വരാജിന്റെ ജീവിതത്തിൽ കറുത്ത ദിനമായ 2025 ജൂൺ 22-ന് VSും വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയി. ആ വീട്ടിലേക്കുള്ള VSന്റെ മടക്കം ജീവൻ വെടിഞ്ഞ ശേഷമായി. ഇതിന് പിന്നാലെയാണ് പിരപ്പിൻകോട് മുരളി ക്യാപിറ്റൽ പണിഷ്മെന്റിൽ വിശദീകരണം നടത്തിയത്. എന്നാൽ മുമ്പും പിരപ്പിൻകോട് മുരളി ഇത് ചർച്ചയാക്കിയിരുന്നു. 2025 ജനുവരിയിൽ തന്നെ CPMൽ ഒതുക്കിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളിൽ പിരപ്പിൻകോട് മുരളി ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രസംഗത്തിന്റെ സൂചനകളും നൽകിയിരുന്നു. എന്തായാലും പൊതുവേദിയിൽ തന്നെ VS ഇക്കാര്യം 13 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു. ഇത് നിഷേധിക്കാൻ CPM നേതൃത്വത്തിന് കഴിയുകയില്ല. 2012-ൽ തിരുവനന്തപുരം സമ്മേളനത്തിന് ശേഷം VS പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ആരും പേടിപ്പിക്കേണ്ടെന്നും അത് വില പോവില്ലെന്നുമാണ്. പിന്നീട് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴാണ് VS അച്യുതാനന്ദൻ അങ്ങനെ പറഞ്ഞത്. VSനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണമെന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ചിലർ. ജീവത്യാഗം വരിക്കുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ സാധാരണ സംഭവമാണ്. അവരെ ജനങ്ങൾ സ്നേഹിക്കുന്നതും സ്വാഭാവികം. 1943-ൽ കയ്യൂരിൽ കൃഷിഭൂമിയിൽ സ്ഥിരാവകാശത്തിനായി സമരം ചെയ്ത യുവാക്കളായ 4 കൃഷിക്കാരെ സാമ്രാജ്യത്വം തൂക്കുകയറിന് വിധേയരാക്കി. പുന്നപ്പറയിലും വയലാറിലും സാമ്രാജ്യത്വം ആയിരക്കണക്കിന് ആളുകളെ കൊന്നു. ഇതേപോലെ ക്രൂരമായ മർദ്ദനവും തൂക്കുകയറും വെടിയുണ്ടയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കിയാൽ അത് വിലപ്പോവില്ല എന്ന് ഈ വേളയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ തൂക്കുകയറിനെ നേരിടേണ്ടി വരുമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. വൻ കയ്യടിയോടെയാണ് VSന്റെ പ്രസംഗം പ്രവർത്തകർ ശ്രവിച്ചത്. നേരത്തെ പിണറായി വിജയൻ സമർപ്പിച്ച പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ DYFI സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയുമായ M. സ്വരാജ് VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നുവെന്നായിരുന്നു അന്ന് വാർത്തകൾ.